പ്രജാവർദ്ധനവിനായിട്ട് വിന്ധ്യപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ദക്ഷൻ തപസ് ചെയ്തു. തുടർന്ന് 21-ാമത്തെ ശ്ലോകം. തത്ര അഘമർഷണം നാമ തീർത്ഥം പാപഹരം പരം ഉപസ്പൃശ്യ അനുസവനം തപസാ അതോഷയത് ഹരിം. തത്ര അവിടെ, ആ വിന്ധ്യാചല പർവ്വതത്തിൻ്റെ പ്രാന്തപ്രദേശത്ത്, അഘമർഷണം നാമ, അഘമർഷണം എന്ന പേരിൽ വിഖ്യാതവും പാപഹരം പാപവിനാശകവും പരം അതിവിശിഷ്ടവുമായ തീർത്ഥം തീർത്ഥജലത്തെ അനുസവനം ത്രിസന്ധ്യകൾ തോറും ഉപസ്പൃശ്യ ആചമനം ചെയ്ത് ഹരിം ഭഗവാൻ ശ്രീഹരിയെ തപസാ അതോഷയത് തപോനുഷ്ഠാനത്താൽ പ്രസാദിപ്പിച്ചു. അഘമർഷണം എന്ന പേരിൽ പ്രസിദ്ധമായ പാപവിനാശകവുമായ ആ തീർത്ഥജലത്തെ യഥാവിധി ആചമനം ചെയ്തുകൊണ്ടാണ് ഹരിയെ പൂജിച്ചത്. ഇനി അവിടെ വെച്ച് തൻ്റെതായ അനുഭവത്തിലും അറിവിലും ഒരു സ്തോത്രം ചൊല്ലി ആരാധിച്ചു. അതിനെ ഹംസഗുഹ്യ സ്തോത്രം എന്നാണ് വിളിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നു 22-ാമത്തെ ശ്ലോകം. അസ്തൗഷീദ് ഹംസഗുഹ്യേന, അസ്തൗഷീദ് ഹംസഗുഹ്യേന ഭഗവന്തം അധോക്ഷജം തുഭ്യം തദഭിധാസ്യാമി കസ്യ അതുഷ്യത് യതോ ഹരിഹി. ഹംസഗുഹ്യേന, ഹംസഗുഹ്യം എന്ന സ്തോത്രം കൊണ്ട് ഭഗവന്തം അധോക്ഷജം ഭഗവാനായ ശ്രീഹരിയെ അസ്തൗഷീത് സ്തുതിച്ചു. യതഃ ഈ ഒരു സ്തുതിയാൽ ഹരിഹി ഭഗവാൻ ശ്രീഹരി കസ്യ, ഇവിടെ ക എന്ന് ബ്രഹ്മാവിനൊരു പേരുണ്ട്. ബ്രഹ്മാവ് പ്രജാപതി ആയതുകൊണ്ട് ദക്ഷനെയും ക എന്ന് സംബോധന ചെയ്യുന്നു. അപ്പോൾ ക സ്യ എന്ന് പറയുമ്പോൾ അയാൾക്ക്, അപ്പോൾ പ്രജാപതിക്ക് അതുഷ്യത് പ്രസന്നനായി ഭവിച്ചുവോ തത് ആ സ്തോത്രത്തെ തുഭ്യം അങ്ങേക്കായിക്കൊണ്ട് ഞാൻ അഭിധാസ്യാമി ഞാൻ ചൊല്ലിത്തരുന്നതാണ്. അപ്പോൾ ദക്ഷൻ സ്തുതിച്ച ആ ഹംസഗുഹ്യ സ്തോത്രത്തെയാണ് ഇനിയുള്ള ഏതാനും ശ്ലോകങ്ങളിലായിട്ട് വിവരിക്കുന്നത്. പ്രജാപതിരുവാച 23-ാമത്തെ ശ്ലോകം. നമഃ പരായാവിതഥാനുഭൂതയേ ഗുണത്രയാഭാസ നിമിത്തബന്ധവേ അദൃഷ്ടധാമ്യേ ഗുണതത്വബുദ്ധിഭിः നിവൃത്തമാനായ ദധേ സ്വയംഭുവേ. അവിതഥ അനുഭൂതയെ നിത്യപരിപൂർണമായ ചിച്ഛക്തി അതായിരിക്കുന്നവനായി ഗുണത്രയ ആഭാസ നിമിത്തബന്ധവേ ഗുണത്രയത്തിൻ്റെ ആഭാസരൂപം, അതായത് ഗുണത്രയം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സങ്കല്പിച്ചിരിക്കുന്ന ജീവരാശിക്കും അതിന് നിമിത്തമായ മായാശക്തിക്കും നിയന്താവായി ഗുണതത്വബുദ്ധിഭിഹി മായാഗുണങ്ങളെ യഥാർത്ഥമെന്ന് കരുതുന്ന ജീവന്മാരാൽ അദൃഷ്ടധാംനെ എന്നാൽ തങ്ങളുടെ ഉള്ളിൽ തങ്ങളായിട്ടിരിക്കുന്ന ഈശ്വരനെ അറിയാൻ സാധിക്കാത്തവനായി, അവരാൽ സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വരൂപത്തോടുകൂടിയവനായി, നിവൃത്തമാനായ യാതൊരുവിധ അളവുകോലുകൾക്കും വിഷയീഭവിക്കാത്തവനായി, സ്വയംഭുവേ സ്വയം പ്രകാശിച്ചരുളുന്ന നിന്തിരുവടിക്ക് നമഃ ദധേ നമസ്കാരം അർപ്പിക്കുന്നു. ഭാഗവതത്തിൽ ഇതിനു മുൻപ് കേട്ട പല സ്തുതികളുടെയും ഒരു സ്വഭാവമുള്ള ഒരു സ്തുതിയാണ്. കൂടുതലും ആധ്യാത്മിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഒരുപാട് വിശദീകരിച്ചാലും അതിലെ കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാനില്ല. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. 24-ാമത്തെ ശ്ലോകം. ന യസ്യ സഖ്യം പുരുഷോ വൈതി സഖ്യോ സഖാവസൻ സംവസത പുരേസ്മിൻ ഗുണോ യഥാ ഗുണിനോ വ്യക്തദൃഷ്ടേ തസ്മൈ മഹേശായ നമസ്കരോമി. യഥാ എപ്രകാരം ഗുണഃ ശബ്ദാദി ഗുണങ്ങൾ ഗുണിനഃ ശ്രോത്രാദി ഇന്ദ്രിയ വർഗത്തിൻ്റെ സഖ്യം ആ സഖ്യത്തെ
ന അവൈതി അറിയാതിരിക്കുന്നുവോ. അതായത് നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി എന്നിവ കൊണ്ട് നമ്മൾ അറിയുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയങ്ങൾക്ക് ആ വിഷയം ഉണ്ടാകുന്നത് ഈ ഇന്ദ്രിയങ്ങളുടെ ഒരു സംഘാതത്തിലൂടെയാണ്, അത് ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്ന് അവർക്കറിയില്ല. അതുപോലെ തഥാ പുരുഷഃ ജീവനാകുന്ന സഖാ, ഒരു സഖാവ് നമുക്കുണ്ട്. ആ സഖാവ് അസ്മിൻ പുരേ, നമ്മൾ പുരഞ്ജനോപാഖ്യാനത്തിൽ പഠിച്ച ആ കാര്യമാണ്. ഈ പുരത്തിൽ വസൻ നിവസിച്ചുകൊണ്ട് സംവസതഃ നമ്മുടെ ഒപ്പം വസിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തദൃഷ്ടേഹേ ഈ ജീവപ്രപഞ്ചത്തിന്റെ ദ്രഷ്ടാവായ യസ്യ സഖ്യുഹു യാതൊരു സഖാവിന്റെ സഖ്യം, ആ ഈശ്വരനാണ്, സഖാവായിരിക്കുന്ന ഈശ്വരനാണ് ഇന്ദ്രിയ പ്രവർത്തകത്വാദി രൂപേണ തന്നോടുള്ള അടുപ്പത്തേന അവൈതി അറിയാതെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിൽ ദ്രഷ്ടാവായിട്ട് ഈ ലോകത്തെ മുഴുവൻ കാണുന്നു ആ ഈശ്വരൻ, എന്നിട്ടും നമ്മുടെ ഏറ്റവും അടുത്ത ആ സഖാവിനെ നമ്മൾ ആരും അറിയുന്നില്ല. അങ്ങനെ അറിയപ്പെടാതെ ഇരിക്കുന്ന തസ്മൈ മഹേശായ, ആ സർവേശ്വരനായിക്കൊണ്ട് നമസ്കരോമി, നമസ്കാരം അർപ്പിക്കുന്നു. 25-ാമത്തെ ശ്ലോകം. ദേഹോ അസവോക്ഷ മനവോ ഭൂതമാത്ര നാത്മാനമന്യം ച വിദുഃ പരം യത് സർവം പുമാൻ വേദ ഗുണാശ്ച തജ്ഞോ ന വേദ സർവജ്ഞം അനന്തമീഡേ. ദേഹഃ ശരീരം, അസവഃ പ്രാണശക്തികൾ, അക്ഷാഹ ഇന്ദ്രിയങ്ങൾ, മനവഃ അന്തഃകരണവൃത്തികൾ, ഭൂതമാത്രാഹ പൃഥിവ്യാദി ഭൂതങ്ങൾ അവയുടെ തന്മാത്രകൾ എന്നിവ ആത്മാനം ഇവയൊക്കെ തന്നെ തൻ്റെ സ്വരൂപത്തെയും അന്യം അതിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഇന്ദ്രിയവർഗത്തെയും പരം ച അവയിൽ നിന്നും ഉപരിയായ ദേവതാവർഗത്തെയും, ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഓരോ ദേവതമാരുണ്ട്, അതിനെയും നവിദുഹു അറിയുന്നില്ല. നമ്മുടെ കൈകാലുകളൊന്നും ആ കൈകാലുകൾക്ക് അധിഷ്ഠാന ദേവതമാരായിരിക്കുന്ന ദേവതകളെ അറിയുന്നില്ല. എന്നാൽ ആ ദേവതകളുടെ ശക്തി കൊണ്ടാണ് ഇവയൊക്കെ പ്രവർത്തിക്കുന്നത്. യത് യാതൊരു ഈ അവസ്ഥയിൽ പുമാൻ ജീവനാകട്ടെ സർവം വേദ എല്ലാം അറിയുന്നു, ഗുണാഞ്ച ഇവയുടെയൊക്കെ അധിഷ്ഠാനങ്ങളായ പ്രകൃതി ഗുണങ്ങളെയും ഈ ഈശ്വരൻ അറിയുന്നു. തജ്ഞഃ അപി അതെല്ലാം അറിയുന്നവനായിരുന്നിട്ടും സർവജ്ഞം എല്ലാം അറിയുന്ന സർവസാക്ഷിയായ അവനെ മാത്രം നമ്മളാരും നവേദ അറിയുന്നില്ലയോ. അങ്ങനെ ആർക്കും പിടികൊടുക്കാത്ത അനന്തം അനന്തനായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ ഈടെ സ്തുതിക്കുന്നു. 26-ാമത്തെ ശ്ലോകം. യദോ പരാമോ മനസോ നാമരൂപരൂപസ്യ ദൃഷ്ടസ്മൃതി സംപ്രമോഷാത് യയീയതേ കേവലയാ സ്വസംസ്ഥയാ ഹംസായ തസ്മൈ ശുചി സദ്മനേ നമഃ. നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടും നമുക്ക് കാണാൻ സാധിക്കാത്ത ഈശ്വരനെ എപ്പോഴാണ് കാണാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുന്നത്? അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. നാമരൂപരൂപസ്യ നാമരൂപങ്ങളെ കൽപ്പിച്ചുണ്ടാക്കുന്ന മനസ്സഹ മനസ്സിന് നമ്മുടെ കൽപ്പനയാണ്, ഭ്രമകൽപ്പനയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും എന്നാണ് പറയുന്നത്. ആ മനസ്സിന് ദൃഷ്ടസ്മൃതി സംപ്രമോഷാത് ദർശന സ്മരണാനുഭവങ്ങൾ തികച്ചും നശിച്ചു പോകുന്ന ആ അവസ്ഥയിൽ എത്തുമ്പോൾ, മനസ്സ് പൂർണ്ണമായും തന്നിൽ ഏകാഗ്രമായിട്ടിരിക്കുമ്പോൾ, യഥാ ഉപരാമ എപ്പോഴാണോ സമാധി നിലയിൽ ഉണ്ടാവുന്നത്, സമാധി അവസ്ഥയുണ്ടാകുന്നത്, അപ്പോൾ യഹ യാതൊരു ഈശ്വരൻ കേവലയാ സ്വസംസ്ഥയാ കേവലമായ സ്വരൂപജ്ഞാനത്തിലൂടെ ഈയത്തെ
നമുക്ക് പ്രതീതി വിഷയമാകുന്നു. ഈശ്വരൻ എന്ന സത്യമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ചൈതന്യമായിരിക്കുന്നത് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ള തസ്മൈ ശുചിസദ്മനെ, ആ വിശുദ്ധ ഹൃദയവാസനായ, അപ്പോൾ ഈശ്വരൻ ഇരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. അപ്പോഴാണ് ഈശ്വരന് ഇരിപ്പിടമാകുന്നതും അത് നമ്മൾ അനുഭവിക്കുന്നതും. അങ്ങനെയുള്ള ഹംസായ നമഃ, ആ നിർമ്മലാനന്ദമൂർത്തിക്ക് നമസ്കാരം. അടുത്ത 2 ശ്ലോകം കൊണ്ട് ആ ഈശ്വരനെ അറിയുന്നവർ ആരാണ് എന്ന് പറയുന്നു. 27ാമത്തെ ശ്ലോകം. മനീഷിണോ അന്തർഹൃദി സന്നിവേശിതം സ്വശക്തിഭിർനവഭിശ്ചത്രിവൃദ്ധി വന്യം യഥാ ദാരുണി പാഞ്ചദശ്യം മനീഷയാ നിഷ്കർഷന്തി ഗൂഢം സ വൈ മമാശേഷ വിശേഷമായ നിഷേധ നിർവാണ സുഖാനുഭൂതി സ സർവനാമാ സ ച വിശ്വരൂപ പ്രസീദതാമനിരുക്താത്മശക്തി. നവഭിഹി, പ്രകൃതി, പുരുഷൻ, മഹദഹങ്കാരം, പഞ്ചതന്മാത്രകൾ, ഇങ്ങനെ 9ആയും, ത്രിവിദ്ഭിഹി, ത്രിഗുണാത്മകങ്ങളായും, ഇങ്ങനെയൊക്കെയുള്ള സ്വശക്തിഭിഹി, തന്റെ മായാവൈഭവങ്ങളാൽ നമ്മളിൽ നിന്ന് ഗൂഢം മറഞ്ഞിരിക്കുന്ന യാതൊരു നിർമ്മലാനന്ദമൂർത്തിയെ മനസ്സ് ഏകാഗ്രമാക്കുന്ന മനീഷിണഃ, വിവേകികൾ അവരുടെ അന്തർജ്ഞാനത്താൽ, മനീഷയ അന്തർഹൃദി, അവരുടെ ഹൃദയാന്തരത്തിൽ സന്നിവേശിതം, ആ ഭഗവാനെ ഉറപ്പിച്ചിരുത്തിയിട്ട് ഇനി ആ ഭഗവാനെ ഇങ്ങനെ കടഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ദാരുണി, ഒരു അരണിമുട്ടിയിൽ പാഞ്ചദശ്യം, ഇതൊരു വൈദിക കർമ്മമാണ്. 15 സാമിധേനീ മന്ത്രങ്ങളാൽ പ്രകാശിപ്പിക്കേണ്ടുന്ന വന്യം, വൈദിക അഗ്നിയെ യഥാ നിഷ്കർഷന്തി, എങ്ങനെയാണോ അരണി കടഞ്ഞിട്ട് ആ വൈദിക മന്ത്രങ്ങളുടെയും കൂടെ ശക്തിയാൽ അതിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നത്, ഇതേപോലെ അശേഷ വിശേഷമായ നിഷേധ നിർവാണ സുഖാനുഭൂതി. ഇവിടെ നമ്മുടെ മുന്നിൽ നമുക്ക് ഈ ഭ്രമമുണ്ടാക്കുന്ന മായയുടെ അശേഷ വിശേഷമായ, സമസ്ത വിശേഷങ്ങളോടുകൂടിയ മായയുടെ ആ ഒരു തിരസ്കാരം, ആ കർട്ടനെ അത് മാറ്റാൻ സാധിക്കുന്നു. അങ്ങനെ മായയുടെ തിരസ്കാരത്താൽ ഉണ്ടാവുന്ന സുഖാനുഭൂതി, നിർവാണ സുഖാനുഭൂതി, നിത്യവിമുക്തിയുടെ ആനന്ദ അനുഭൂതിക്ക് ആസ്പദമായും അനിരുക്താത്മശക്തി, അനിർവചനീയമായ മായയ്ക്ക് അധിഷ്ഠാനമായും ഇരിക്കുന്ന ഈ ഈശ്വരനെ എങ്ങനെ നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ലയോ, ഇതേപോലെ നമുക്ക് ആ മായയെയും നിർവചിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സഹവൈ, ആ ഭഗവാൻ മമ പ്രസീദതാം, എന്നിൽ പ്രസാദിക്കേണമേ. സഹ, ആ ഭഗവാനാണല്ലോ സർവനാമ, എല്ലാ നാമങ്ങളോടും കൂടിയവൻ. സഹച വിശ്വരൂപഃ, ഈ വിശ്വത്തിൽ കാണുന്ന എല്ലാ രൂപവും അവൻ തന്നെയാണല്ലോ. യന്നിരുക്തം വചസാ നിരൂപിതം ധിയാക്ഷഭിർവാ മനസാവോതയസ്യ മാ ഭൂസ്വരൂപം ഗുണരൂപം ഹി തത്തത് സ വൈ ഗുണാപായ വിസർഗലക്ഷണ. ഈ കാണായതെല്ലാം ഭഗവാൻ തന്നെയാണെങ്കിലും ഭഗവാൻ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയേണ്ടി വരും. കാരണം രൂപങ്ങളൊക്കെ നമ്മുടെ സൃഷ്ടിയാണ്. അപ്പോൾ വിശ്വരൂപമായിരിക്കുന്നത് ഭഗവാനാണല്ലോ എന്ന് ചോദിച്ചാൽ ആ രൂപത്തിന് പുറകിൽ ചൈതന്യമായിരിക്കുന്നത് ഈശ്വരനാണെന്ന് കണ്ടറിയണം. അതാണ് വചസാ നിരുക്തം, വാക്കുകൊണ്ട് പറയപ്പെട്ടതായോ, ധിയാ നിരൂപിതം, നമ്മുടെ ബുദ്ധി കൊണ്ട് നിർണയിക്കപ്പെട്ടതായോ, അക്ഷഭിഹി വാ, ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കപ്പെട്ടതായോ, മനസാ വാ ഉത, മനസ്സിനാൽ സങ്കല്പിക്കപ്പെട്ടതായോ ഇരിക്കുന്ന യത് യത്, ഏതെല്ലാമാണോ ഉള്ളത്, തത്, അതൊന്നും തന്നെ
യസ്യ സ്വരൂപം മാ ഭൂത്, മായാതീതനായ ഭഗവാന്റെ വാസ്തവ രൂപമായിട്ട് കരുതിപ്പോകരുത്. ഹി തത്ത്, എന്തെന്നാൽ നമ്മൾ കാണുന്നതൊക്കെ ഗുണരൂപം, മായാഗുണങ്ങളുടെ രൂപമാകുന്നു. സഹവൈ, ആ ഭഗവാനാകട്ടെ ഗുണാപായ വിസർഗലക്ഷണ, ഈ ത്രിഗുണങ്ങളും നശിച്ചാൽ എന്ത് ബാക്കിയുണ്ടോ അതാണ് ഭഗവാൻ. അതുകൊണ്ട് മായാ കാര്യങ്ങളായിരിക്കുന്ന രൂപങ്ങളെ ഈശ്വരൻ എന്ന് മുഴുവനായി അങ്ങ് പറയാനും സാധിക്കില്ല. നമ്മൾ അതിനു പുറകിലുള്ള ചൈതന്യത്തെയാണ് ഈശ്വരനായി കാണേണ്ടത്, ആ രൂപങ്ങളെ അല്ല. അടുത്ത ശ്ലോകം വിഭക്തി പ്രത്യയങ്ങളെ കൊണ്ട് ആ ഭഗവാനെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. 30-ാമത്തെ ശ്ലോകം. യസ്മിൻ യതോ യേന ച യസ്യ യസ്മൈ യദ്യോ യഥാ കുരുതേ കാര്യതേ ച പരാവരേഷാം പരമം പ്രാക്തസിദ്ധം തദ്ബ്രഹ്മ തദ്ധേതുരനന്യദേകം. യഹ, യാതൊരുവൻ, യത്, യാതൊന്നിനെ, യേന, യാതൊന്നുകൊണ്ട്, യസ്മൈ, യാതൊന്നിനു വേണ്ടി, യതഹ, യാതൊന്നിൽ നിന്ന്, യസ്യ, യാതൊന്നിൻ്റെതായി, യസ്മിൻ, യാതൊന്നിൽ, യഥാച കുരുതേ, യാതൊരു പ്രകാരത്തിൽ ചെയ്യുകയും, കാര്യതേച്ച, ചെയ്യിക്കുകയും ചെയ്യുന്നുവോ, തത് ബ്രഹ്മ, അതാണ് ആ സച്ചിദാനന്ദ പരബ്രഹ്മം. അത് തദ് ഹേതുഹു, അവയ്ക്കെല്ലാം മൂലകാരണമായിട്ട് നിലകൊള്ളുന്നു. ഇവിടെ എന്തൊക്കെ നമ്മൾ രൂപങ്ങളായി, നാമരൂപങ്ങളായി കാണപ്പെടുന്നുവോ അതിൻ്റെ എല്ലാം മൂലകാരണമായി ആ ഭഗവാനിരിക്കുന്നു. പ്രാക് പ്രസിദ്ധം, എല്ലാറ്റിനും മുൻപായിട്ട് പരിപൂർണത്വേന വാഴുന്നതും, പര അവരേഷാം, പ്രധാനമായും അപ്രധാനമായുള്ള ഹേതുക്കൾക്കെല്ലാം പരമം, പ്രമുഖ കാരണങ്ങളായിരിക്കുന്നതും, അനന്യത്, വേറെ ഒന്നിൻ്റെ കൂട്ടില്ലാത്തതും, ഏകം, തനിക്ക് താൻ മാത്രമായിട്ടിരിക്കുന്നതും ആകുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നതിൻ്റെ എന്നൊരു വാക്ക് കൂട്ടിച്ചേർക്കേണ്ടത് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ലാത്ത, തനിക്ക് താൻ തന്നെ സത്യവസ്തുവായിരിക്കുന്ന കേവല സ്വരൂപമാണ് ആ ഭഗവാൻ. ഈശ്വരൻ എന്താണെന്ന് നമുക്ക് വാക്കുകൊണ്ട് നിർവചിക്കാൻ സാധിക്കുകയില്ല. അഥവാ ഈശ്വരനെ അറിഞ്ഞവർ അതിനെക്കുറിച്ച് വാചാലരാവുകയും ഇല്ല. അപ്പോൾ ഈ വാദപ്രതിവാദം നടക്കുന്നത് തികച്ചും അജ്ഞാനികളാണ്. 31-ാമത്തെ ശ്ലോകം. യച്ഛക്തയോ വദതാം വാദിനാം വൈ വിവാദ സംവാദ ഭുവോ ഭവന്തി കുറുവന്തി ചൈഷാമുഹുരാത്മമോഹം തസ്മൈ നമോനന്ത ഗുണായ ഭൂമ്നേ. യച്ഛക്തയഃ, യാതൊരുവന്റെ മായാശക്തികൾ, വദതാം, വാക്പാടവമുള്ള, വാദിനാം വൈ, വേദവാദികൾക്കും മറ്റും, വിവാദ സംവാദ ഭുവഃ, വിവദിക്കുന്നതിനും സംവദിക്കുന്നതിനുമുള്ള വിഷയങ്ങളായി ഭവന്തി, ഭവിക്കുകയും, യേഷാം, ഇവർക്ക്, ആത്മമോഹം, ഒരു വ്യാമോഹത്തെ, മുഹുഹു കുറുവന്തിച്ച, അടിക്കടി ഉണ്ടാക്കുകയും ചെയ്യുന്നുവോ. ഇങ്ങനെ ഈശ്വരനെ കുറിച്ച് പറയുന്നവർക്ക് പോലും എന്താണ് ഈശ്വരൻ എന്നറിയില്ല. അങ്ങനെ എല്ലാവർക്കും ആ ഭ്രമത്തെ കൊടുക്കുന്ന അനന്ത ഗുണായ ഭൂമ്നേ, അപരിച്ഛിന്ന ഗുണങ്ങളോടുകൂടിയ ആ സർവവ്യാപിയായ തസ്മൈ നമഃ, അങ്ങേക്ക് നമസ്കാരം. എല്ലാ കാലത്തും ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ആ വാദപ്രതിവാദത്തിനും ആധാരമായിട്ടൊരു വസ്തുവുണ്ട്, അതാണ് ബ്രഹ്മം. 32-ാമത്തെ ശ്ലോകം. അസ്തീതി നാസ്തീതി ച വസ്തുനിഷ്ഠയോരേകസ്ഥയോർഭിന്ന വിരുദ്ധ ധർമ്മയോ അവേക്ഷിതം കിഞ്ചന യോഗ സാഖ്യയോ സമം പരം ഹ്യനുകൂലം ബൃഹത്. അസ്തി ഇതി, ഈശ്വരൻ ഉണ്ട് എന്നും,
നാസ്തി ഇതി ച ഇല്ല എന്നും ഉള്ള നിലയിൽ ഭിന്ന വിരുദ്ധ ധർമ്മയോഹോ തരംതിരിഞ്ഞ് അന്യോന്യം പൊരുത്തപ്പെടാത്ത പ്രതിപാദനത്തോടു കൂടിയവയാണെങ്കിലും വസ്തുനിഷ്ഠയോഹോ ഒരേ പ്രതിപാദ്യ വസ്തുവിൽ തന്നെ നിലയുറച്ചുകൊണ്ട് ഏകസ്ഥയോഹോ ഏകവിഷയ പ്രതിപാദകങ്ങൾ തന്നെയായ യോഗസാഖ്യയോഹോ യോഗത്തിലും സാഖ്യത്തിലും നമുക്ക് ഒരുപാട് ദർശനങ്ങളുണ്ട്. ആ 6 ദർശനങ്ങളിലും ഈശ്വരൻ എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പല വിധത്തിലാണ്. ഹി പരം ഇതിലും അപ്പുറത്ത് അസ്തി നാസ്തി ഇതി ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ദർശനങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അവയിൽ നിന്നൊക്കെ അതീതമായും അനുകൂലം ആ വ്യവഹാരത്തിന് അധിഷ്ഠാനമാകയാൽ സഹായകമായും സമം തുല്യമായി അനുവർത്തിച്ചുകൊണ്ട് കിഞ്ചന എന്തോ ഒന്ന് ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. നാസ്തികന്മാരും സമ്മതിക്കുന്നുണ്ട്. ഈ യൂണിവേഴ്സ് എന്നവർ പറയും. ആ യൂണിവേഴ്സൽ ആയിട്ടുള്ള ശക്തി അങ്ങനെ എന്താണോ ഉള്ളത് തത് ബൃഹത് അത് തന്നെയാണ് ബ്രഹ്മം. രൂപവും നാമവും ഇല്ലാത്ത ഈശ്വരൻ രൂപവും നാമവും സ്വീകരിച്ച് അവതരിക്കുന്നത് തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ അനുഗ്രഹത്തിനായിട്ടാണ്. 33-ാമത്തെ ശ്ലോകം. യോ അനുഗ്രഹാർത്ഥം ഭജതാ പാദമൂലമനാമരൂപോ ഭഗവാനനന്ത നാമാനി രൂപാണി ച ജന്മ കർമ്മഭി ഭേജേ സമഹ്യം പരമപ്രസീദതു. അനന്തഃ അനാമരൂപഃ അപരിച്ഛേദ്യനും അനന്തനായിരിക്കുന്ന നാമമോ രൂപമോ ഇല്ലാത്ത യഹ യാതൊരുവൻ പാദമൂലം ഭജത തന്റെ പാദാരവിന്ദങ്ങളെ ഭജിക്കുന്നവരുടെ അനുഗ്രഹാർത്ഥം അനുഗ്രഹത്തിനായിട്ട് ജന്മകർമ്മഭിഹി ഇങ്ങനെ ഒരു അവതാരമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഈ ഭൂമിയിൽ അവതരിച്ച് തന്റെ പ്രവർത്തനങ്ങളാലും രൂപാണി നാമാനിച്ച രൂപങ്ങളെയും നാമങ്ങളെയും ഭേജേ സ്വീകരിച്ചുവോ പരമഹ ഭഗവാൻ ആ ഭഗവാൻ സഹ അങ്ങനെയുള്ള അങ്ങ് മഹ്യം പ്രസീദതു എന്നിൽ പ്രസാദിക്കേണമേ. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന വായു ശുദ്ധമാണ്. പക്ഷേ ഭൂമിയിൽ നമ്മൾ കാണുന്ന ഓരോ പുഷ്പങ്ങളുടെയും മണത്തിനനുസരിച്ച് അതിൻ്റെ സൗരഭ്യ ഭേദത്തിനനുസരിച്ച് റോസാപ്പൂവിന് വേറൊരു മണമാണ്, മുല്ലപ്പൂവിന് വേറൊരു മണമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരേ ഒരു ഈശ്വരൻ വിവിധ ദേവീദേവന്മാരുടെ രൂപത്തിൽ നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്നത് എന്ന് പറയുന്നു 34-ാമത്തെ ശ്ലോകം. യപ്രാകൃതൈർജ്ഞാനപഥൈർജനാനാം യഥാശയം ദേഹഗതോ വിഭാതി യഥാ നിലപാർത്ഥിവമാശ്രിതോ ഗുണം സ ഈശ്വരോ മേ കുരുതാൻ മനോരഥം. അനിലഹ വായു പാർത്ഥിവം ഗുണം ഭൂമിയിലെ ഗുണഭേദത്തെ ആശ്രിത അവലംബിച്ച് യഥാ എപ്രകാരമാണോ വിവിധ തരത്തിലുള്ള ഗന്ധങ്ങളോട് കൂടിയതായി തീരുന്നത് ഇതേപോലെ യഹ പ്രാകൃതൈഹി ജ്ഞാനപഥൈഹി മനുഷ്യൻ പല രീതിയിലുള്ള ആ ആരാധനാരീതിയെ അവലംബിക്കുന്നു. അതൊക്കെ അവരുടെ വാസനയ്ക്കനുസരിച്ചാണ്. ഇങ്ങനെ ദേഹഗത വിഭാതി പലതായി ഭാസിക്കുന്നു. ഓരോ മനുഷ്യരുടെയും ഉള്ളിലിരിക്കുന്ന ആ പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് അവർക്ക് ഭജിക്കാനായിട്ടാണ് വിവിധ രൂപഭാവങ്ങളിൽ ഈശ്വരൻ നമ്മുടെ മുന്നിൽ പ്രകടമായിരിക്കുന്നത്. എന്നാൽ എങ്ങനെയൊക്കെ പൂജിച്ചാലും നമ്മൾ ആരാധിക്കുന്നത് ആ ഈശ്വരനെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഓരോരോ ശരീരത്തിലും, അതായത് ദേവന്മാരുടെയും ശരീരത്തിൽ ദേഹഗത വിഭാതി അന്തര്യാമിയായിട്ട് അതാത് ദേവന്മാരുടെ രൂപത്തിൽ പല ദേവന്മാരാണെന്ന രീതിയിൽ പ്രതിഭാസിക്കുന്നുവോ സഹ ഈശ്വര ആ സർവേശ്വരൻ മേ മനോരഥം എന്റെ ആഗ്രഹത്തെ കുരുതാത് നിറവേറ്റിത്തരട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ ഹംസഗുഹ്യ സ്തോത്രം അവസാനിക്കുന്നത്.